വിശുദ്ധമായ ഒരു നോമ്പ് കാലത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. വൃത്തിഹീനമായ ഒരു പാത്രത്തെ കഴുകി വൃത്തിയാക്കുന്നത് പോലെയാണ് നോമ്പ് നമ്മുടെ ആത്മാവിനെ നമുക്കായി ശുദ്ധീകരിക്കുന്നതെന്ന് പറയാം. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് നാം നോമ്പ് നോൽക്കുന്നത്? ഭക്ഷണം ഒഴിവാക്കിയാൽ ദൈവം സന്തോഷിക്കുമോ? അല്ല, നോമ്പെന്നാൽ കേവലം പട്ടിണി കിടക്കലല്ല, അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കലാണ്. നാം നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്ന സമയമാണിത്. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് 40 ദിവസം ഉപവസിച്ചു. നമുക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. 1. നമ്മുടെ ശീലങ്ങൾ മാറ്റാനായി. മോശമായ സംസാരം, ദേഷ്യം, അമിതമായ ഫോൺ ഉപയോഗം തുടങ്ങിയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. 2. ദൈവത്തോട് അടുക്കാൻ. തിരക്കുകൾക്കിടയിൽ നാം ദൈവത്തെ മറന്നു പോകാറുണ്ട്. ആ ബന്ധം പുതുക്കാനാണ് നോമ്പ്. യഥാർത്ഥ നോമ്പ് എങ്ങനെയായിരിക്കണം? യേശു പഠിപ്പിച്ചതുപോലെ നാം നോമ്പ് നോൽക്കുമ്പോൾ മുഖം വാടിക്കരുത്. അത് മറ്റുള്ളവരെ കാണിക്കാനുള്ളതല്ല, ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. 3 കാര്യങ്ങൾ ഇതിൽ പ്രധാനമാണ്. 1. നല്ല വാക്ക്. ഭക്ഷണത്തേക്കാൾ ഉപരിയായി നാം നിയന്ത്രിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക. 2. ക്ഷമ. ഈ നോമ്പ് കാലത്ത് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് തീർക്കണം. കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാം. 3. സഹായം. നമ്മുടെ ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത് വിശക്കുന്നവർക്ക് നൽകണം. നമ്മെപ്പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോഴാണ് നോമ്പ് പൂർണ്ണമാകുന്നത്. 4. ജീവിതത്തിലെ മാറ്റം. നോമ്പ് കഴിയുമ്പോൾ നാം പഴയതുപോലെ തന്നെ തുടർന്നാൽ അതിലർത്ഥമില്ല. നോമ്പ് കാലത്ത് ശീലിച്ച പ്രാർത്ഥനയും സ്നേഹവും ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഒരു മരം പൂവിടുന്നത് പോലെ നമ്മുടെ ജീവിതം നന്മകൾ കൊണ്ട് നിറയണം. നമുക്ക് ഈ നോമ്പുകാലം അനുഗ്രഹമായി മാറ്റാം. കുരിശിൽ നമുക്കായി ജീവൻ നൽകിയ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് സ്നേഹത്തോടെയും വിനയത്തോടെയും ജീവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.